ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഋഷികേശിലാണ്. യോഗനഗരി ഋഷികേശ് പാറുവിൻ്റെ വലിയൊരു ഡ്രീം ട്രിപ്പായിരുന്നത്. അപ്പോൾ ആ ഡ്രീമിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പിന്നെ പറയാം. ഇപ്പോൾ ഋഷികേശിലുള്ള പരിപാടികളെല്ലാം ഉള്ളത്. ഡൽഹിയിൽ വന്നു, അവിടെ നിന്ന് നേരെ ഋഷികേശിലേക്ക് ബസ് കയറി. പക്ഷേ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ എത്തിയത് ഡെറാഡൂണിലായിരുന്നു. പിന്നെ ഡെറാഡൂണിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് കയറി 1 മണിക്കൂറോളം നമ്മുടെ KSRTC ബസ് പോലത്തെ ബസ്സിലിരുന്ന് തിരിച്ച് ഋഷികേശിലെത്തി. ഇപ്പോൾ ഹോട്ടൽ പഞ്ചാബ് തടുക്കേ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയുള്ള പരിപാടി ഇവിടെ നിന്ന് നേരെ ചോപ്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മൾ ഋഷികേശിൽ പിന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വന്നേക്കുന്ന പരിപാടി വേറൊരു പരിപാടിക്ക് വന്നേക്കാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ചോപ്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ചോപ്തയിൽ പോയിട്ട് എന്തായാലും ചോപ്തയിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അത് ചോപ്തയിലേക്ക് പോകാനായിട്ട് ബസ്സൊക്കെ നോക്കി, എല്ലാം ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു. അപ്പം നേരെ ടാക്സി അന്വേഷിച്ച്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞത് 5000 രൂപ 6000 രൂപയാവുമെന്നാണ്. നമ്മൾ ഊബറിൽ നോക്കിയപ്പോഴേക്കും 3300 സംതിങ്ങാണ് കാണിച്ചിരുന്നത്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വെയിറ്റിങ്ങിലാണ്. ഓൾമോസ്റ്റ് നമ്മളിവിടെ നേരെ പാലത്തിൻ്റെ അപ്പുറത്ത് ഊബർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊബറിൽ കയറിയിട്ട് നേരെ ചോപ്ത അവിടെ പോയിട്ടാവാം ബാക്കി കാര്യം. അങ്ങനെ ചെറിയൊരു പ്ലഗ് കിട്ടി ഗായ്സ്. നമ്മുടെ ഊബറുകാരൻ ചതിച്ചു. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു. ഊബറുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് ആ പൈസക്ക് പോക്ക് നടക്കൂല, ഒരു 6500 രൂപയെങ്കിലും ആകും, അത് ഊബറിന് തെറ്റ് പറ്റിയേക്കാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കഥ. അങ്ങനെ ഊബർ ക്യാൻസൽ ചെയ്തു. ചേച്ചിയാണെങ്കിൽ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കണേ. ചേച്ചിനെ വേറെ ഒരു ചേച്ചി വന്നൊരു പൊട്ടൊക്കെ തൊട്ട് പൈസ കൊടുക്കാനൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണം. ഞാൻ പടിയായിക്കോളാൻ പറഞ്ഞിട്ട് കിട്ടും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് മറ്റേ ഡെറാഡൂണിൽ നിന്ന് വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പിൽ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് ബസ്സിന് പോകാമെന്ന് വെച്ചിട്ട് രുദ്രപ്രയാഗിലോട്ട് അല്ല ഡെറാഡൂൺ ഓക്കെ രുദ്രപ്രയാഗിലേക്ക് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബസ് വന്ന് അവിടെ ബാഗ് പോലും വെക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതേതാണ്, ഇതേ ഒരു ബസ് തന്നെ. അപ്പോൾ ഇതിലും അത് തന്നെയാണ് അവസ്ഥ. അല്ല ഗായ്സ്, ഞങ്ങളങ്ങനെ വീണ്ടും ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് മാറി അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അവിടെ ഇരുന്നേച്ച ഒരു പെങ്കൊച്ചി പാറുവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് പാറുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു എങ്ങാട് പോകാനാണ്. അവർ രുദ്രപ്രയാഗിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ബസ് സ്റ്റാൻഡിലേക്ക് പോയാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ കയറി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ആ ബസ്സിലേക്ക് കയറാനായിട്ട് ബാഗ് വെക്കാൻ പറ്റും. ഇറങ്ങട്ടെ, നോക്കട്ടെ. ചെറിയൊരു പ്ലാൻ ചേഞ്ച്. ചോപ്തറങ്ങാട് ടാക്സിയും ബസ്സൊക്കെ നോക്കിയിട്ട് നടപടിയാണല്ലോ. അതുകൊണ്ട് പ്ലാൻ ചെറിയൊരു ചേഞ്ച് എത്തി. ചോപ്തയിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത്. വി ആർ ഗോയിങ് ടു സോൻപ്രയാഗ്. അപ്പോൾ ഒരു ടാക്സി മറ്റേ പരിപാടി തന്നെ. ടാക്സിക്ക് വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞ് 7000 രൂപ 8000 രൂപ. അവസാനം നേരത്തെ പോലെ തന്നെ ഊബർ ബുക്ക് ചെയ്ത്. എന്നിട്ട് ഊബറുകാരൻ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇതുപോലെ തന്നെ പറഞ്ഞ് നടപടിയാവില്ല, ആ പൈസക്ക് പോകില്ല, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാർഗെയിൻ ചെയ്ത് അവസാനം 4500 രൂപ ഉറപ്പിച്ച്. പക്ഷേ നമ്മൾ വേറൊരു കപ്പിളിനെയും കൂടി സെറ്റ് ചെയ്ത് ഷെയറാക്കി. 2 കപ്പിൾ അല്ല, 1 കപ്പിൾ അങ്ങനെ ഷെയറാക്കി. അങ്ങനെ ഒരു കപ്പിള് 2250 രൂപ കൊടുക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ലാഭിച്ചു. പാറുവിൻ്റെ ഐഡിയാണിത്. അതെ, പാറുവിൻ്റെ ഐഡിയാണിത്. പാറു പോയി സംസാരിച്ചാണ്. ആ ഒരു കപ്പിൾസിൻ്റെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോഴേക്കും പാറു പോയി സംസാരിച്ചത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു.
അപ്പോൾ അവർ സോൻപ്രയാഗിലേക്കായിരുന്നു, നമ്മൾ ചോപ്തയിലേക്കായിരുന്നല്ലോ പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ചോപ്തയിലേക്ക് ലാൻഡ് സ്ലൈഡൊക്കെ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് റൂട്ടല്ല, വേറെ റൂട്ട് വഴി ഇറങ്ങി പോകണം. അങ്ങോട്ട് പോകണമെങ്കിൽ 80,000 രൂപയൊക്കെ മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ലാൻഡ് സ്ലൈഡ് എന്ന് കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്ലാൻ സിബൽ സിബൽ നമുക്ക് സിബലിട്ടേക്കാം. അപ്പോൾ എന്തായാലും we are going to സോൻപ്രയാഗ്. ചെറിയൊരു ബ്രേക്ക് എടുത്തു. ചൂട് രക്ഷയില്ലട്ടാ, പൊള്ളിച്ചത്ത് പോണ ചൂട്. പിന്നെന്താ, ചായ കുടിക്കാൻ നിർത്തിയാണ്. റിവർ റാഫ്റ്റിങ്ങിൻ്റെ വണ്ടിയൊക്കെ പോകണോട്ടാ. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോയ സമയത്ത് കുറേ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കേദാർനാഥും അവിടെ ഇവിടെ കയറണമെങ്കിൽ എന്താണ് ചാർദം യാത്രാ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ എൻ്റെ അടുത്തും പാറുവിൻ്റെ അടുത്തും ഇല്ല, മറ്റവരുടെ അടുത്തുണ്ട്. അപ്പോൾ പോലീസ് ചെക്കിങ് എല്ലാം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ശിവപുരിയിലേക്ക് പോകണേ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പറയാം. അതായത് ചെക്കിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതേ റിവർ റാഫ്റ്റിംഗ് അവിടെ പോകണ്ടല്ലോ, അവിടെ കാണണണ്ട. നേരെ താഴെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. ഗുഡ്. ये रिवर राफ्टिंग के लिए कितना है? 10 किलोमीटर. हेलो, पैसा कितना है? 1 किलोमीटर के 500. ഓക്കെ, 500 രൂപ 10 കിലോമീറ്റർ റാഫ്റ്റ് ചെയ്യാനായിട്ട്. അടുത്ത വണ്ടി പോകും. പാറു വലിയ കാര്യത്തിന് ചൂടൊക്കെ അല്ലേ. മണ്ടേ കൊണ്ട് വെച്ചതേ അല്ല, ഇപ്പൊ കാണിക്ക് ഉരുകിപ്പോയി. ചൂട് കാരണം ഉരുകിപ്പോയി. ഇപ്പൊ കയ്യിൽ തോണ്ടിയെടുത്ത്. ഒരുപാട് ബഞ്ചി ജമ്പിങ് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയാണ് റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഏരിയ, ശിവപുരി. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മഴയില്ലാത്തതുകൊണ്ടായിരിക്കുള്ളൂ ഈ ഏരിയയിൽ മാത്രം റിവർ റാഫ്റ്റിംഗ് കേട്ടോ. ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. ഇതാണ് നമ്മുടെ ദേവ് പ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ നിന്നാണ് ഭാഗീരഥി. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു റിവർ ഉണ്ട്, അളകനന്ദ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താണ് ഗംഗ ഫോം ചെയ്യുന്നത്. ഗംഗ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ദ ബർത്ത് പ്ലേസ് ഓഫ് ഗംഗ ഈസ് അറ്റ് ദേവ് പ്രയാഗ്. അപ്പോൾ ഈ കാണുന്നതാണ് ഭാഗീരഥി, തൊട്ടപ്പുറത്ത് അളകനന്ദയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ബങ്കി ജമ്പ് മഹാഗംഗ ബങ്കി ബോളി. സമയം 3 മണിയാകാറായി. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ഞാൻ ഉറക്കുമായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. ഞങ്ങളങ്ങനെ സ്പെഷ്യൽ താലി പറഞ്ഞു. പക്ഷേ വിശപ്പ് കാരണം തിന്ന് പകുതിയായപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ജീരാ റൈസും തീർന്നു. ഇപ്പോൾ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു പാറു. എൻ്റെ ഫുഡടി കഴിഞ്ഞു. ഞാൻ 2 റൊട്ടി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. റൊട്ടി കയറ്റി ജോസ് കഴിച്ചു. പിന്നെ ഞാൻ അതേ ലസ്സി കഴിച്ചേട്ടാ. ലസ്സിയും തീർന്നു. അവളുടെ കയ്യിൽ ലസ്സിയുണ്ട്. ലസ്സി കഴിച്ചിട്ടില്ല.
എന്തായാലും ഇവിടുത്തെ ചൂട് രക്ഷയില്ല. കുറച്ചും കൂടി കയറണം. രുദ്രപ്രയാഗ് കഴിയണം തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടല്, ശിവിക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. സ്പെഷ്യൽ താലിയാണ് ഓർഡർ ചെയ്തത്. 300 രൂപ. ഓക്കെ ആയിരുന്നു. 300 രൂപ സ്പെഷ്യൽ താലി 2 പേർക്ക് കഴിക്കാം. ഓക്കെ. പിന്നെന്താണ് ഇവിടെ ബസ്സുകാരും ടാക്സിക്കാരെല്ലാം ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തണത്. കമ്മീഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിന്ന്. കാരണം അപ്പോൾ ദൂരെ എടുത്ത് ഞാൻ കുറേ നേരം വിശക്കണം എന്ന് പറഞ്ഞിട്ട് 3 മണിയായി ഇവിടെ കൊണ്ടു നിർത്തിയപ്പോൾ. നമ്മുടെ ബാഗൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മേളിലേക്ക് കയറുമ്പോഴേക്കും ചിലപ്പോൾ മഴ ഉണ്ടാവുമെന്ന്. അപ്പോൾ ടർപ്പാൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരാണ് നമ്മുടെ കൂടെ ഉള്ള കപ്പിൾസ്. ടർപ്പാളൊക്കെ പോകോ പറഞ്ഞു. ഈ കാണുന്ന റിവറാണ് അളകുന്നുണ്ട. ഇവിടെ ലാൻഡ് സ്ലൈഡ്. വാവ്, ഈ സൈഡിലേക്ക് കൊള്ളാം. പൊളി. നല്ല പൊടിക്കാറ്റുണ്ട്. പിന്നെ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഇവർക്ക് പുത്തരിയല്ല. ലാൻഡ് സ്ലൈഡ് ഇവർക്ക് നോർമൽ സംഭവം. അളകുന്നത് ഇവരുടെ കലക്കനായിട്ടുണ്ട്. ഇതാണ് ധാരീദേവിയുടെ അമ്പലം. അമ്പലത്തിന്റെ കഥ എന്താണ്? അതായത് ഇവിടെ 2013 ഒരു പ്രളയം വന്നിട്ടുണ്ടായി. അതിന്റെ കാരണം ഇവർ വിശ്വസിക്കുന്നത് അവിടുത്തെ ദേവീനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് പ്രളയം വന്നതെന്ന് വിശ്വസിക്കുന്നത് ഇവരൊക്കെ. നമ്മുടെ കൂടെയുള്ളവർ വന്നപ്പോൾ പറഞ്ഞതാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്. അതായത് രാവിലെ കുട്ടിയായും ഉച്ചയ്ക്ക് സ്ത്രീയായും, അതായത് മുതിർന്ന സ്ത്രീയായും, വൈകിട്ട് വൃദ്ധയായുമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ഇവർ വിശ്വസിക്കുന്ന വേറെ വിശ്വാസം. വിശ്വസിക്കുന്ന വേറെ വിശ്വാസം എന്താ? പുതിയ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. ബ്രിഡ്ജ് കലക്കം പറക്കാനുള്ള. അങ്ങനെ ഇവിടെ ഒരു 2 ടണൽ വരുന്നുണ്ടതാ. ഇനി ഭാവിയിൽ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. ഋഷികേശിന്ന് രുദ്രപ്രയാഗിലേക്ക് രുദ്രപ്രയാഗിലേക്ക് റെയിൽവേ സ്റ്റേഷൻ വരാമാണ്. അപ്പൊ ഇനി ഡയറക്റ്റ് രുദ്രപ്രയാഗിലേക്ക് നമുക്ക് ട്രെയിൻ കയറി വരാം. എടാ ബദൂരി എവിടെ നിന്ന് കയറി വന്നേണ്ടി ഇവനൊക്കെ. അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുത്തു. കേദാർനാഥിന്റെ റൂട്ടിലേക്ക് കയറി. ഇവിടെ വൻ ബ്ലോക്കാണ്. എന്താണെന്നറിയില്ല. ബസ്സിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നടക്കാനുണ്ട്. കാണിക്കണം. क्या हुआ इधर? ट्रैफिक को रोक के चलाएंगे आप. पूरा रास्ते भरा वैसे ही रहेगा. ठीक है. वहाँ ट्रैफिक ज्यादा हो रहा है, उधर से ज्यादा निकालेंगे. ऊपर से पार्किंग को धीरे धीरे जितनी खाली गाड़ी होंगी उतनी ही लेंगे. ओके. और 5-6 जगह ऐसे ही रोकते रहेंगे. अब ट्रैफिक चालू हो गया. വാവ്, അങ്ങ് മലമുകൾ വരെ ബ്ലോക്കാണ്. അവിടെ നിന്ന് വണ്ടികളൊക്കെ ഇറക്കി വിട്ടിട്ട് എന്താ ബേട്ടി എന്തോ ഹിന്ദിയിലൊക്കെ പറയണ്ടല്ലോ. ഹിന്ദി മേ ബോൾത്തിയേ. മാലു അറിയാൻ പാടില്ല. നീ മറുതായോട് പറഞ്ഞു കൊടുക്കടാ മാലു. നീ പല്ലി വെച്ചെന്ന്. അതെ ഗായ്സ്, ഞങ്ങളെ കണ്ടിട്ട് 3 days കുളിച്ചിട്ടില്ല. ട്രെയിനിൽ നിന്ന് നേരെ ബസ്സിൽ കയറി ഒറ്റ ഉറക്കം നേരെ ഋഷികേശിൽ ഇറങ്ങണ്ട. ഞങ്ങൾ ഡെറാഡൂണിൽ പോയി ഇറങ്ങി.
അയ്യോ സീൻ. അവിടെ നിന്നാണെങ്കിൽ എന്റെ ദൈവമേ ഒരു വധൂരി പിടിച്ച അതായതില്ലേ രാവിലെ എണീറ്റിട്ട് രാവിലെ ഞാൻ പറയാം കാക്കൂസെ പോലും പോയിട്ടില്ല. പോയില്ലേ? രാവിലെ എണീറ്റ് പോത്തച്ചൊക്കെ മുന്നിട്ട് കിടന്നുറങ്ങാനിട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. ഞാനാണെങ്കിൽ ഉറക്കത്തിലിരുന്നു. ഒരാള് സമയമായിട്ടില്ല തോന്നുന്നു വീണ്ടും കിടന്നുറങ്ങാന്നും പറഞ്ഞിട്ടൊക്കെ ശ്രമിക്കണേട്ടാ. നോക്കുമ്പോഴേ ചുമ്മാ ഫോൺ എടുത്ത് നോക്കി 6 മണിയാ, നമുക്ക് എത്തേണ്ട 5 മണിക്കാ. 1 മണിക്കൂർ നമ്മൾ കൂടുതൽ ഉറങ്ങി. അപ്പോഴും ഞാൻ മെല്ലെ, എനിക്കാണെങ്കിൽ ഉറക്കം എണീറ്റാൽ മെല്ലേക്ക് എണീക്കാനേ പറ്റുള്ളൂ. പുള്ളി വേഗം താഴെ ഇറങ്ങി കളിയാക്കല്ലോ. അവരുടെ അടുത്ത് പോയി ചോദിച്ചു എത്ര ദൂരം കഴിഞ്ഞു. ഞങ്ങള് എത്ര കിലോമീറ്റർ ആയിരുന്നു? 40 കിലോമീറ്റർ കഴിഞ്ഞു. പിന്നെ കഴിച്ച് ഞങ്ങൾ വേഗം ചടപടയായിരുന്നു. സാധനം ഒന്നും പാക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം കൈ കിട്ടി വലിച്ചു വാരി എടുത്ത് താഴോട്ട് ഇറങ്ങി അടുത്ത ബസ് കയറി. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലോക്കൊക്കെ മാറി വണ്ടി നീങ്ങി തുടങ്ങി. പിന്നെ നമ്മുടെ ഡ്രൈവർ ആണെങ്കിൽ പൊരിഞ്ഞ പൊളി. എടേ കുത്തിക്കേറ്റ് ഇപ്പൊ മുമ്പിലെത്തിയാണ്. ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു. ഇപ്പൊ മഴയൊക്കെ മാറി, സ്കൈയൊക്കെ ക്ലിയറായി. മലയൊക്കെ നോക്കിയ രക്ഷയില്ല. ചൂടൊക്കെ മാറി. സമയം ഇപ്പോൾ 5:30. അങ്ങനെ വീണ്ടും ഒരു സ്റ്റോപ്പ് എടുത്തു ചായ കുടിക്കാനായിട്ട്. പിന്നെന്താണ്, ട്രാഫിക് നോക്കി. ചെറിയ ട്രാഫിക്. പുള്ളി പറയണത് നമ്മ ഒരു 12 മണിയായാലും അവിടെ സോൻപ്രയാഗിൽ എത്തൂലെന്നാണ് തോന്നണെന്നാ പറഞ്ഞത്. കാരണം ഇതുപോലെ ട്രാഫിക് ആയിരിക്കുള്ളൂ. ഇവിടെ നിന്നൊരു 40-45 കിലോമീറ്റർ ആയിട്ടുള്ളൂ സോൻപ്രയാഗിലോട്ട്. പക്ഷെ എത്താൻ സാധ്യത കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ന് നോക്കേ, മഞ്ഞുമല കാണണ്ട. ഒരാൾക്ക് ഇതേ ഇവിടെ മഞ്ഞുമല കണ്ടിട്ട് വിഷമം കയറിയതേ ചെറിയ കരച്ചിലൊക്കെ ഇരുന്നു. ഞാൻ ഫോട്ടോ അയക്കാം. നമ്മപ്പോ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ബ്ലോക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി പറയണത് ഇവിടെ കുറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ പിടിച്ചിടും എന്ന് പറയണത്. ഇവിടെ പോലീസുകാരാണ് ട്രാഫിക് കൺട്രോൾ ചെയ്ത്, അതായത് മേളിൽ നിന്ന് വണ്ടികൾ ഒരുപാട് ഇറങ്ങണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അവിടുന്ന് വണ്ടികൾ ഇറക്കിയിട്ട് ഇവിടുന്ന് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞത്. എന്തായാലും 4500 രൂപക്ക് ഞങ്ങൾ രാവിലെ 9 മണിക്കല്ലേ എടുത്തത്. നമ്മൾ 10 മണിക്ക് നമ്മളെടുത്തിട്ട് സമയം ഇപ്പം 7:10 ഇപ്പോഴും ഇവിടെ ദിവാകരൻ ഓവർ ടൈം വർക്കാണ്. ഇരുട്ടായിട്ടില്ല. ദില്ലിയിലും അങ്ങനെ തന്നെയായിരുന്നു. 7:30 കൊണ്ട് ഇരുട്ടായി തുടങ്ങിയത്. പക്ഷെ എന്തായാലും നൈസായിട്ട് തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൊടി അമ്മച്ചി വേഗം കയറ്റിക്കോ ഗ്ലാസ്. ഭാഗ്യം പൊടി കയറിയില്ല. പക്ഷേ 4500 രൂപക്ക് പുള്ളി ഞങ്ങൾ രാവിലെ 10 മണിക്ക് എടുത്തിട്ട് ഇപ്പൊ സമയം 7:10 ഇപ്പോഴും സ്ഥലത്തെത്തിയിട്ടില്ല. ഇനിയും വേണ്ട ഒരു 40 കിലോമീറ്റർ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി അങ്ങോട്ട് ഭയങ്കര ടഫായിരിക്കും. ട്രാഫിക് ചെറിയ വഴിയും കുണ്ടും കുഴിയൊക്കെ ആയിരിക്കും. എനിക്ക് പുള്ളിനോട് പാവം തോന്നുന്നു. ഈ 4500 രൂപ ഞങ്ങളെ 4 പേരെയും കൂടി. കാരണം ബാക്കി എല്ലാവരും 7000 8000 ഒക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി മാത്രമാണ് 4500 രൂപക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. നമ്മളങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നീങ്ങും, പിന്നെ ഒരു അരമണിക്കൂറോടെ കിടക്കും. പിന്നെ കുറച്ച് നീങ്ങും, ഒരു അരമണിക്കൂറോടെ കിടക്കും. അമ്മയെ കൂടി ഇപ്പൊ നീങ്ങാറുണ്ട്. ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയ തണുപ്പൊക്കെ ആയി. മേളിലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും.
വീണ്ടും ഒരു ബ്ലോക്ക്, ഐ മീൻ പോലീസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കനാണ്. അത് നൈസായിട്ട് ഇവിടെ പാറു ചോളം കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഓക്കെ, ചോളം ഇവിടെ മറ്റേ ആവിയിൽ പുഴുങ്ങലല്ല, കനലിൽ ചുട്ടെടുക്കണ. ഇതെന്താണ് ഇത്? മറ്റേ മുന്തിരി ഉണങ്ങിയ പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, സോ ഫൈനലി ആഫ്റ്റർ ടാറ്റ പറഞ്ഞിറങ്ങുന്നു. വൈകിട്ട് 48 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര, അതിനുശേഷം 8 മണിക്കൂറത്തെ ബസ് യാത്ര, അതിനുശേഷം 14 മണിക്കൂറത്തെ ടാക്സിയിലെ ഇരിപ്പും കഴിഞ്ഞ് ഡെസ്റ്റിനേഷനിൽ നമ്മ എത്തിയിട്ടില്ല. നമ്മ സോൻ പ്രയാഗിലാണ് എത്തിയേക്കുന്നത്. ഇനി ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത പരിപാടി സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു. ഇപ്പോഴും ഇവിടുത്തെ തിരക്ക് കണ്ട. ഈ തിരക്ക് എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കേദാർനാഥിലേക്കുള്ള യാത്രയുടെ തിരക്കാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററും കൂടി മാറി ഗൗരികുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് കേദാർനാഥിലേക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ കണ്ട. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരികുണ്ട് വരെ പോകാനായിട്ട് ഷെയർ ടാക്സി കിട്ടും. അവിടെ നിന്നാണ് കേദാർനാഥിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മുടെ പരിപാടി കേദാർനാഥിലേക്കല്ല. അതെ അതെ അതെ, മാഡം തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കണം. റൂം എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. റൂം എടുക്കാൻ അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഹോട്ടലിലാണ്. ഇപ്പോൾ ഞങ്ങളൊരു വെജ് ചൗമീനും ഒരു ഹാഫ് മോമോസും പറഞ്ഞു. ഹോട്ടലിലും റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അതെ, ഹോട്ടൽ വിത്ത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം ഏതാണ്ട് രാത്രി 1 മണിയായി. എവിടെ റൂം നോക്കിയാലും 2000 സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതും വരെ ചാപ്പൂട്ടി സോപ്പൂട്ടികളുടെ റൂമിന്. പിന്നെ ഒരു 2-3 പാവം മനുഷ്യരെ കണ്ടിട്ട് അവര് ഇപ്പൊ ഈ ഇവിടെ ഇരിക്കണ വയ്യയുടെ ഇതാണ് അവിടെ. ഓക്കെ ടീക്ക് ഹം ഫുഡ് ഓർഡർ ചെയ്യാം. ഈ പുള്ളി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അങ്ങാടികൾ ഓടി കടന്ന് അവസാനം അതെ അതെ കുറച്ച് കയറാനുണ്ട്. മാഡം ഇവിടെ കയറിയപ്പോ തന്നെ പട്ടി കിടക്കണേ. അതെ, അതെ, പൂച്ച കിടക്കണ പോലെ. അവ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ റൂം. നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച ഹോട്ടൽ. ഇവിടെ നിന്ന് നേരെ മേളിൽ. ദിസ് ഈസ് അവർ റൂം ഫോർ 2000 rupees. 2500 പറഞ്ഞ റൂമിനേക്കാളും നല്ലതാണ് 2000-ന്റെ. ഇവിടെ ഉള്ള എല്ലാ റൂം ഇതേ കണക്ക് തന്നെയാണ്. ഗ്രൂപ്പായിട്ട് തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ലാഭമായിരിക്കും. ബാത്റൂം നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാൽ മതി. അപ്പൊ എന്തായാലും റൂമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എന്റെ ദൈവമേ, 4 ദിവസമായി കുളിച്ചിട്ട് 1 ദിവസമായി പല്ല് തേച്ചിട്ട്. പിന്നെന്താണ്, യാത്ര വളരെ കഠിനമായിരുന്നു. 48 മണിക്കൂർ ട്രെയിനിൽ, 8 മണിക്കൂർ ബസ്, 13.5 മണിക്കൂർ ടാക്സി, പിന്നെ ഒരു 1/4 മണിക്കൂർ ഇവിടെ അലച്ചിൽ റൂമിന് വേണ്ടി. അവസാനം റൂം കിട്ടി. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി മരിച്ചു കിടന്നുറങ്ങണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. Until next video, Hari Om Tat Sat.